നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ ഡയബറ്റിക് രോഗത്തിൻ്റെയും രോഗികളുടെയും എണ്ണം വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻസിൻ്റെ എണ്ണവും കൂടുതലാണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന കോംപ്ലിക്കേഷൻ ഡയബറ്റിക് അൾസേഴ്സ് ആണ്. ഈ ഡയബറ്റിസ് അൺകൺട്രോൾഡ് ആവാത്ത രീതിയിലുള്ള ഷുഗറുള്ള പേഷ്യൻസിന് കാലിൽ വ്രണങ്ങൾ ഉണ്ടാവുകയും കാലിലോട്ടുള്ള രക്തോട്ടം കുറയുകയും രക്തോട്ടം മാത്രമല്ല ഞരമ്പുകളുടെ പ്രവർത്തനത്തിലും കാലിലും കയ്യിലുമുള്ള ചെറിയ ചെറിയ ഞരമ്പുകളുടെ പ്രവർത്തനത്തിലും ഇത് വ്യത്യാസം കാണിക്കുന്നു. സോ ഇത് കാരണം ഉണ്ടാകുന്ന അൾസേഴ്സ് ഉണങ്ങാതിരിക്കുകയും ഇതിൽ രണ്ടാമതായി ഇൻഫെക്ഷൻ വരികയും ഇൻഫെക്ഷൻ എല്ലിലോട്ട് വ്യാപിക്കുകയും അവസാനം കാല് മുറിച്ചു മാറ്റേണ്ട ആംപ്യൂട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരെ എത്തുകയും ചെയ്യുന്നു. റോയൽ വൂണ്ട് കെയറിൽ ഡയബറ്റിക് അൾസേഴ്സിനായിട്ടുള്ള നെഗറ്റീവ് പ്രഷർ തെറാപ്പി, ഹൈപ്പർബാരിക് ഓക്സിജൻ തെറാപ്പി, ന്യൂമാറ്റിക് കംപ്രഷൻ തെറാപ്പി മുതലായ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. സോ ഇത്തരം ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വഴി തന്നെ കാലിലെ രക്തോട്ടം കൂട്ടുകയും കാലിലും കയ്യിലുമുള്ള രക്തോട്ടം കൂടുകയും ചെയ്യുന്നു. ഇതിലുള്ള ഞരമ്പുകളുടെ പ്രവർത്തനം, അതായത് ന്യൂറോപ്പത്തി എന്ന് പറയുന്ന കണ്ടീഷൻസിന് ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാവുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എത്തുകയും ചെയ്യുന്നു.